ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 29. സുമ്മൽ മഖ്ബൂലു, പിന്നെ മഖ്ബൂല് യൻഖസിമു, അത് ഓഹരിയാകും. ആയിലൻ, വീണ്ടും എന്ന് പറഞ്ഞാൽ മുമ്പ് മഖ്ബൂലായ ഹദീസ് സഹീഹ്, ഹസന്, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് കിസ്മുകളൊക്കെ പറഞ്ഞല്ലോ, അതിലേക്ക് ഓഹരിയായതുപോലെ വീണ്ടും അത് ഓഹരിയാകും. എന്തിലേക്ക്? ഇലാ മഅ്മൂലിൻ ബിഹി, മഅ്മൂലിൻ ബിഹിയിലേക്കും ഗൈരി മഅ്മൂലിൻ ബിഹി. മറ്റുള്ളതിലേക്ക് നോക്കുമ്പോൾ ഇത് മഅ്മൂലാണ്, ചിലപ്പോൾ എന്ത് ചെയ്യുക, മഅ്മൂല് ബിഹി അല്ല. ഇങ്ങനെ രണ്ടെണ്ണത്തിലേക്ക് ഓഹരിയാകും. കാരണം അന്നഹു, കാരണം ആ മഖ്ബൂലായ ഹദീസ് ഇൻ സലിമ, അത് രക്ഷപ്പെട്ടാൽ മിനൽ മുആറളത്തി, മുആറളത്തിൻ, അതിന് എതിരായ ഒരു ഹദീസും വന്നിട്ടില്ല. ഐ ലം യഅതി ഖബറുൻ യുലാതുഹു, ആ മഖ്ബൂലിനോട് മുനാബിയാകുന്ന, എതിരാകുന്ന ഒരു ഖബറും വന്നിട്ടില്ല. അങ്ങനെ മുആറളത്തിൽ നിന്ന് അത് സലാമത്തായാൽ വഹുവ, അപ്പോൾ ആ മഖ്ബൂലായ ഹദീസ് അൽ മുഹ്കമു, അതിനാണ് മുഹ്കമായ ഹദീസ് എന്ന് പറയാ. ഒരു ഖബറോ മറ്റൊരു ദലീലോ ഇതിനോട് മുആറളത്താകാത്ത ഹദീസ്. വ അംസിലതുഹു, അതിൻ്റെ ഉദാഹരണങ്ങൾ കസീറത്തുൻ, സിഹാഹ് സിത്തയിൽ ധാരാളം കാണാം. വ ഇൻ ഊരിദ, ഇനി എന്ത് ചെയ്തു, അതിന് മുആറളത്തുണ്ടായാൽ, അങ്ങനെ മുആറളത്താകുമ്പോൾ വലാ യഖുലു, ഏത് നിലയിൽ? വലാ യഖുലു, ആ രണ്ടിലും ഒന്നെന്താകൂല, ഒഴിവാകൂല. ഇമ്മ അൻ യകൂന മുആരിദുഹു, അതിൻ്റെ മുആരിദ് ആകുക, മഖ്ബൂലൻ, മഖ്ബൂലാകുക, മിസ്ലഹു, ഇതിനെ പോലെ, ഖബൂലിൽ ഈ ഹദീസിനെ പോലെ തന്നെ അതിൻ്റെ മുആരിദും എന്താണ്? മഖ്ബൂലാകുക. അങ്ങനെ ആകുന്നതിൽ നിന്ന് ഒഴിവാകില്ല. അല്ലെങ്കിലോ ഔ യകൂന മർദൂദൻ, അല്ലെങ്കിൽ അതിൻ്റെ മുആരിദ് എന്താണ്? മർദൂദാകുക. ഈ രണ്ടിൽ നിന്ന് ഒഴിവാകില്ല. രണ്ടിലേതെങ്കിലും ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പം മുആറളത്ത് വരുമ്പോൾ വസ്താനി, അപ്പോൾ ഇവിടെ രണ്ടാമത് മർദൂദായി വരുന്നതോ, അത് ലാ അസറ ലഹു, അതിനെന്തില്ല? അസറില്ല. കാരണം അന്നൽ ഖവിയ്യ, ഖവിയ്യ് ലാ യുഅസ്സിറു ഫീഹി, ആ ഖവിയിൽ അസറിയിപ്പിക്കില്ല. മുഖാലഫത്തുൽ ലഈഫി, ഒരു ലഈഫിൻ്റെ മുഖാലഫത്ത്. അപ്പം മുആറളത്തുണ്ടാകുമ്പോൾ ആ മുആരിദ് എന്താണ്? ഒന്നെങ്കിൽ മറ്റതിനോട് ഖബൂലിൽ മിസലായിരിക്കും, അല്ലെങ്കിൽ മർദൂദാകും. മർദൂദാകുമ്പം പിന്നെന്ത് ചെയ്യില്ല, അതിന് അസറില്ല. അതുകൊണ്ട് അമല് ഫീ നഫ്സിൽ അതിനെ കൊണ്ട് അമല് ചെയ്യപ്പെടുകയില്ല എന്നർത്ഥം. കാരണം ഖവിയോടൊപ്പം ഉണ്ടാകുമ്പോൾ ഈ ലഈഫിൻ്റെ മുഖാലിഫ് എന്താകില്ല, ഈ ഖവിനോട് ഒരു അസറും ചെയ്യിപ്പിക്കില്ല. ഇനി വ ഇൻകാനൽ മുആറളത്തു, മറിച്ച് ഈ മുആറളത്തായി വരുന്നത് അതായാൽ ബി മിസ്ലിഹി, ഈ മഖ്ബൂലിനെ പോലെ തന്നെ ആയാൽ, അങ്ങനെ വരുമ്പോൾ രണ്ട് ഹദീസും സ്വീകരിക്കുന്നതിൽ ഒരേപോലെയാണ്. മുആറളത്തുണ്ടെങ്കിലും
രണ്ടും എന്താണ് മഖ്ബൂലിൽ ഒരേപോലെ ആയാൽ അതാ അപ്പോ ഫലാ യഖുലു അപ്പോൾ എന്താവൂല ഒഴിവാകൂല ഇമ്മാ അയ്യകൂനൽ ജംഉ ബൈന മദ്ലൂലൈഹിമ രണ്ടിന്റെയും ആശയത്തിന്റെ ഇടയിൽ ജംഇ ചെയ്യൽ ഒന്നെങ്കിൽ സൗകര്യമാകും. എങ്ങനെ? ബി ഗൈരി തഅസ്സുഫിൻ ഒരു പക്ഷാപാതവും ഇല്ലാതെ തഅസ്സുഫ് ഇല്ലാതെ അല്ല പക്ഷാപാതമല്ല പിന്നെ പ്രയാസമില്ലാതെ അല്ല തഅസ്സുഫ് എന്ന് തന്നെ അതന്നെ പക്ഷാപാതം. തഅസ്സുഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റുക, അങ്ങനെ ശരിയായ ത്വരീഖിൽ നിന്ന് തെറ്റാതെ എന്ന് പറഞ്ഞാൽ പക്ഷാപാതം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, അതിനെ ജംഇ ചെയ്യൽ സൗകര്യമായാൽ. ഒന്നെങ്കിൽ അങ്ങനെ ജംഇ ചെയ്യൽ സൗകര്യമാകും, ആവൂല അല്ലെങ്കിലോ ജംഇ ചെയ്യൽ സൗകര്യമാകില്ല. ഇത് രണ്ടിലൊന്നിൽ നിന്നും ഒഴിവാകൂല. ഫഇൻ അംകനൽ ജംഉ അപ്പോൾ അവിടെ ആറത്ത് വരുമ്പോൾ അവിടെ ജംഇ ചെയ്യൽ സൗകര്യമായാൽ ഫഹുവ അതാണ് അന്നൗഉൽ മുസമ്മ പറയപ്പെടുന്ന ഒരു ഇനം. എന്ത്? ബി മുഖ്തലഫിൽ ഹദീസ് എന്ന് പറയപ്പെടുന്ന നൗഅ് ഇതാണ്. രണ്ട് ഹദീസും കൂടെ മുആറവത്താകുമ്പോൾ എന്താണ് ജംഇ ചെയ്യാൻ പറ്റുന്ന ഹദീസുകൾക്കാണ് മുഖ്തലഫുൽ ഹദീസ് എന്ന് പറയപ്പെടുക. വമത്തല ലഹു ഇബ്നു സലാഹ് റഹ്മഹുല്ലാ അതിന് ഉദാഹരണം പറഞ്ഞത് ദി ഹദീസി ലാ അദ്വ വലാ തീറത്ത രോഗപകർച്ച എന്നതില്ല, വലാ തീറത്ത പക്ഷിശാസ്ത്രം പറയലും ഇല്ല എന്ന ഹദീസ്. ആ ഹദീസാണ് ഇബ്നു സലാഹ് തങ്ങൾ ഉദാഹരണം പറഞ്ഞത്. ഏതോടുകൂടെ മഅ ഹദീസി ഫിറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദി കുഷ്ഠരോഗിയിൽ നിന്ന് നീ സിംഹത്തിൽ നിന്ന് നീ ഓടുന്നത് പോലെ ഓടണം എന്ന ഹദീസോടുകൂടെ. അപ്പൊ ഈ രണ്ട് ഹദീസും തമ്മിൽ തആറുദാണ്. വകിലാഹുമ ഈ രണ്ട് ഹദീസും ഫി സഹീഹിലുള്ള ഹദീസാണ്, സഹീഹിൽ എണ്ണപ്പെടുന്നതാണ്. അപ്പോൾ ഒന്നിനെയും കളയാൻ പറ്റൂല. വലാഹിറുഹുമ എന്നാൽ ഈ രണ്ട് ഹദീസിന്റെയും പ്രത്യക്ഷം നോക്കുമ്പോൾ ആ തആറുദു അതിന്റെ മഅനയിൽ പരസ്പരം വൈരുദ്ധ്യം ഉണ്ട് താനും. രോഗം പകർച്ച ഇല്ലെങ്കിൽ പിന്നെ ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോ എന്ത് മഅനയിൽ തആറുദ് ലാഹിറിൽ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വജ്ഹുൽ ജംഇ ബൈനഹുമ ഈ രണ്ട് ഹദീസിന്റെ ഇടയിൽ ജംഇ ചെയ്യാനുള്ള വഴി വജ്ഹ് അന്ന ഹാദിഹിൽ അംറാദ ഈ പറഞ്ഞ രോഗങ്ങള് അത് ലാ തുഅദി അത് വിട്ടുകടക്കുകയില്ല. ഈ വെള്ളപ്പാണ്ട് കുഷ്ഠം പോലെയുള്ള രോഗങ്ങള് അത് വിട്ടുകടക്കൂല. ബി തബഇഹ അതിന്റെ പ്രകൃതിപരമായി അത് മറ്റൊരാളിലേക്ക് വിട്ടുകടക്കൂല. ആ രോഗത്തിന്റെ തബീഅത്തനുസരിച്ച് ഉണ്ടാവൂല, അതങ്ങോട്ട് വിട്ടുകടക്കില്ല. പക്ഷേ ലാകിന്നല്ലാഹ സുബ്ഹാനഹു വ തആല മറിച്ച് അല്ലാഹു തആല ജഅല മുഖാലതത്തൽ മരീദി ബിഹ ഈ രോഗങ്ങളുമായിട്ട് ഈ രോഗം കൊണ്ടുള്ള രോഗി ബിഹ എന്ന് പറഞ്ഞാൽ ആ അമ്രാളുകൾ കൊണ്ടുള്ള രോഗിയോടുള്ള ഇടകലരലിനെ അല്ലാഹ് ആക്കി. ആരോട് ഇടകലരുക? സഹീഹായ രോഗമില്ലാത്ത ഒരുത്തനോട്
ഈ മരീദ് ഈ രോഗങ്ങളുള്ള രോഗി ഇടകലരലിനെ ആക്കി എന്താക്കി സബബൻ ലിഇഅദാഇഹി ആ രോഗം ലിഇഅദാഇഹി ആ രോഗം അല്ല ലിഇഅദാഇഹി സഹീഇന് പകരലിനിക്ക് കാരണമാക്കി. എന്ത് പകരൽ? മറലുഹു അവന്റെ രോഗം ഈ സഹീഹിന് പകരുന്നതിനിക്ക് കാരണമാക്കി അല്ലാഹു തആല ആദിയായ കാരണമാക്കി. അല്ലാതെ എന്താണ് ഈ രോഗത്തിന്റെ തബ അനുസരിച്ച് അത് വിട്ടുകിടക്കൂല. സുമ്മ ഖദ് യതഖല്ലഫു ദാലിക അൻ സബബിഹി പിന്നെ ചിലപ്പോ എന്ത് ചെയ്യും ആ വിട്ടുകിടക്കുക എന്നുള്ളത് ഈ സബബിനെ തൊട്ട് ചിലപ്പം തഖല്ലുഫാകും. ഈ മുഖാലത്ത് എന്നുള്ള സബബ് പറഞ്ഞില്ല, ആ സബബിനെ തൊട്ട് ചിലപ്പം പിന്ത കമാഫി ഗൈരിഹി മിനൽ അസ്ബാബി മറ്റ് അസ്ബാബുകളിലുള്ളതുപോലെ ചിലപ്പോൾ എന്താ അതുകൊണ്ട് ചിലപ്പം പകർന്നു കൊള്ളണമെന്നില്ല. ആ കാരണത്തെ തൊട്ട് എന്ത് ചെയ്യാം ഈ പകരല് പിന്തിയും വരാം. അപ്പോൾ ചുരുക്കത്തിൽ എന്തില്ല, പ്രകൃതിപരമായി അത് പകരലില്ല, മറിച്ച് ആ കൂടിക്കരലിനെ അല്ലാഹു തആല ഇന്നൊരു അള്ളാഹ് സബബാക്കിയതാണ്. ചിലപ്പോൾ ആ സബബിനെ തൊട്ട് എന്ത് ചെയ്യാം ആ പകരല് പിന്തി നിൽക്കാം. ഇപ്പോൾ മരുന്നൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ രോഗം പകരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ സബബുകളാണ്. അപ്പോൾ ആ സബബുകളെ കൊണ്ട് ഈ പകരലിൽ എന്ത് ചെയ്യാം പിന്തിക്കാം. കഥ ഇപ്രകാരം ജമഅ ബൈനഹുമാ ഈ രണ്ട് ഹദീസിന്റെ ഇടയിൽ ജംഅ് ചെയ്തു ഇബ്നു സലാഹ് റഹ്മഹുല്ല ജംഅ് ചെയ്തു തബഅൻ ലിഗൈരിഹി മറ്റുള്ളവരോട് താബിയായിട്ട്. ഇങ്ങനെയാണ് ഇബ്നു സലാഹ് തങ്ങൾ എന്ത് ചെയ്തത് ജംഅ് ചെയ്തത്. എന്നാൽ വൽ ഔല ഏറ്റവും നല്ല ഇബ്നു ഹജർ തങ്ങൾ പറയാം, ഇബ്നു ഹജർ തങ്ങളുടെ അടുക്കൽ ഏറ്റവും നല്ലത് ഫിൽ ജംഇ ബൈനഹുമാ ഈ രണ്ട് ഹദീസുകളുടെ ഇടയിൽ ജംഅ് ചെയ്യുന്നതിൽ എൻ്റെ അടുക്കൽ ഏറ്റവും നല്ലത് അയ്യുഖാല പറയപ്പെടലാണ് എന്ത് ഇന്ന നബിയഹു സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ചത് നഫി ചെയ്തത് ലിൽ അദുവി പിന്നെ പകർച്ചയെ ഇല്ല എന്ന് പറഞ്ഞത്, ആ പകർച്ചയെ നഫി ചെയ്തത് അത് ബാഖിൻ അലാ ഉമൂമിഹി അത് അങ്ങനെ തന്നെ ബാക്കിയാകുന്നതാണ്. പകർച്ചയാകില്ല എന്ന് പറഞ്ഞത് ഇല്ല എന്ന് തന്നെ അതിൻ്റെ ഉമൂമിൽ തന്നെ അങ്ങനെ ബാക്കിയാകുകയാണ്. അതേ നിലയിൽ വഖദ് സഹ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗല് സഹിയായിട്ടുണ്ട്. എന്ത് ലാ യുദി ഷൈഉൻ ഷൈഅൻ ഒരു ഷൈഇനെ വിട്ടു കിടക്കൂല, ഒരു ഷൈഇലേക്ക് വിട്ടു കിടക്കൂല എന്ന കൗല് സഹിയായ കൗലുള്ളതോടുകൂടെ തന്നെ ആ നിബിധങ്ങൾ പറഞ്ഞ അത് ആ നഫി അതിൻ്റെ ഉമൂമിൽ തന്നെ ബാക്കിയാണ്. അതുപോലെ തന്നെ കൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗല് സഹിയായതുപോലെ എന്ത് ആരോട് ലിമൻ ഒരാളോട് പറഞ്ഞ് ആറലഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആറലത്ത് ചെയ്ത ആളോട് എന്ത് ചെയ്തു പറഞ്ഞു എന്തുകൊണ്ട് ബി അന്നൽ ബഈറൽ അജ്റബ ചൊറി പിടിച്ച ഒട്ടകം യകൂനു ഫിൽ ഇബ്രി സഹീഹി നല്ല ആരോഗ്യമുള്ള ഒട്ടകത്തിൽ അത് ആകും. എന്നിട്ട് ഇപ്പോൾ യുഹാലിത്തുഹ എന്നിട്ട് അതിനോടുകൂടെ ഇടകലരും. അപ്പോൾ തുജറബു അപ്പോൾ ഇതിനും ചൊറി പിടിച്ചതാകും.
എന്ന് ആകൂല്ലേ എന്ന് മുആറദത്ത് ചെയ്ത ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞു, ഹൈസു റദ്ദ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ മേൽ റദ്ദ് ചെയ്തുകൊണ്ട് നിലയ്ക്ക് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ബി ഖൗലിഹി, റസൂലുള്ളാഹിന്റെ വാക്ക് കൊണ്ട്. എന്താ വാക്ക്? ഫമൻ അഅദൽ അവ്വല, ആദ്യത്തതിനെ വിട്ട് കടത്തിയവൻ ആരാണ് എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. യഅനി അന്നല്ലാഹു സുബ്ഹാനഹു വ തആല, പറഞ്ഞതിനർത്ഥം അന്നല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല ഇബ്തദഅ ദാലിക ഫിസാനി, ഈ രണ്ടാമത്തവനിലും ഈ രോഗം അല്ലാഹു തആല ഇബ്തിദാൻ തന്നെ ഖൽഖ് ചെയ്തതാണ്, തുടങ്ങിയതാണ്. കമബ്തദഹു ഫിൽ അവ്വലി, ഒന്നാമത്തവൻ അല്ലാഹു ആ ഇബ്തിദാ എന്ന നിലയ്ക്ക് ആ രോഗം സൃഷ്ടിച്ചതുപോലെ രണ്ടാമത്തവനിലും അങ്ങനെ ഇബ്തിദാ എന്ന നിലയ്ക്ക് തന്നെ ഖൽഖ് ചെയ്തതാണ്. അല്ലാതെ മറ്റവന്റെ രോഗം ഇങ്ങോട്ട് മാറുന്നതല്ല. അപ്പം പിന്നെ ഹദീസിന്റെ ഉമൂം അങ്ങനെ തന്നെയാണ് എന്നാണ് പിന്നെ അത് ഞങ്ങൾ പറഞ്ഞത്. അപ്പം പിന്നെ ഈ ഓടാൻ പറഞ്ഞ വല്ല അമ്രു ബിൽ ഫിറാരി മിനൽ മജ്ദൂമിൽ നിന്ന് ഓടാനുള്ള കൽപ്പനയാകുന്നത് അത് ഫമിൻ ബാബി സദ്ദി ദറാഇഹി, അത് പിന്നെ മോശമായ വിശ്വാസത്തിലേക്ക് കൂട്ടുന്ന ആ പിന്നെ വസായിലകൾ, അതിനെ തടയാൻ വേണ്ടിയിട്ട്, അത് സദ്ദിൽ ബാബാണ്, അതിനു വേണ്ടി അങ്ങനെ പറഞ്ഞാണ്. ആണെങ്കിൽ അല്ലാ യത്തഫിക ശഖ്സുല്ലദി യുഖാലിതുഹു ശൈഉൻ മിൻ ദാലിക ബിതഖ്ദീരില്ലാഹി തആല ഇബ്തിദാഅൻ. എന്തിനു വേണ്ടി? അങ്ങനെ ഈ അല്ലാ യത്തഫിക ശഖ്സു, ഒരു വ്യക്തി യോജിച്ചു വരാതിരിക്കാൻ വേണ്ടി, അല്ലതി എങ്ങനത്തെ ശഖ്സ് യുഖാലിതുഹു ശൈഉൻ, അവനോട് എന്ത് ചെയ്യും? ആ മിൻ ദാലിക, ആ കുഷ്ഠവും മറ്റു രോഗങ്ങളിൽ നിന്നൊരു ഇവനോട് മുഖാലിത്താകും. എങ്ങനെ? ബി തഖ്ദീരില്ലാഹി തആല, അല്ലാഹു തആലയുടെ തഖ്ദീർ കൊണ്ട് ഇവനിലേക്ക് അത് ചേരും. ഇബ്തിദായിൽ തന്നെ അള്ളാഹ് തഖ്ദീറാക്കിയത് ലാ ബിൽ അദ്വിൽ മൻഫി, നഫിയപ്പെട്ട പകർച്ച കൊണ്ടല്ല, അല്ലാതെ ഇബ്തിദായിൽ തന്നെ ഇവനിലേക്ക് ഒരു അതിൽ നിന്ന് മുഖാലിത്താകുമ്പോൾ അങ്ങനെ ചിലപ്പം മുഖാലിത്തായി വരും. ഫയദുന്നു, ആ വ്യക്തി എന്നിട്ട് എന്ത് ചെയ്യും? ഭാവിക്കും അന്നദാലിക, ആ രോഗം ബിസബബി മുഖാലത്തിഹി, അത് ഇവനോട് മുഖാലിത്തായത് കൊണ്ട് കാരണം കൊണ്ടുണ്ടായതാണ് എന്ന് അവൻ ഭാവിക്കും. ഫയഅ്തഖിദു, അപ്പോൾ അവൻ വിശ്വസിക്കും സിഹ്ഹത്തൽ അദ്വ, ഈ പിന്നെ പകർച്ച ശരിയാണ് എന്നത് അവൻ വിശ്വസിക്കും. ഫയഖഉ ഫിൽ ജറഹി, അപ്പോൾ അവൻ എന്ത് ചെയ്യും? കുറ്റത്തിൽ സംഭവിക്കും. അപ്പോൾ ഫഅമറ, അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു ബി തജന്നുബിഹി, അങ്ങനെ ആ രോഗിയുമായിട്ട് കൂടിക്കലർന്ന് വെടിഞ്ഞു നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചു. ഹസ്മൻ ലിൽ മാദ്ദത്തി, ആ മാദ്ദയെ തടയാൻ വേണ്ടിയിട്ട്, പിന്നെ മോശമായ വിശ്വാസമാകുന്ന ആ കാര്യം തന്നെ തടയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചതാണ്. വല്ലാഹു അഅലം. വഖദ് സന്നഫ ഫി ഹാദൽ നൗഇ, ഈ ഹദീസിന് രണ്ട് ഹദീസുകളുടെ ജംഇ എന്ന ഈ ഇനത്തിൽ രചിച്ചു അൽ ഇമാമു ഷാഫിഈ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുണ്ട് കിതാബ ഇഖ്തിലാഫുൽ ഹദീസ്. ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തെ ഇമാം ഷാഫി തങ്ങൾ രചിച്ചിട്ടുണ്ട്. ലാക്കിന്നഹു ലം യഖ്സിദ് ഇസ്തിആബഹു, ആ സിൻഫിനെ, ആ നൗഇനെ മുഴുവത്തിനെയും എന്താണ് അത് ഇസ്തിആബാക്കുന്നതിനെ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ രണ്ട് ഹദീസിൻ്റെയും ജംഇ ചെയ്യുന്ന എല്ലാ രൂപവും അവിടെ എന്ത് ചെയ്യില്ല, ആ കിതാബിൽ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഷാഫി ഇമാം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനത്തെ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. എന്നിട്ട് വസന്നഫ ഫീഹി ബഅദഹു, ഷാഫി ഇമാമിന് ശേഷം ഈ വിഷയത്തിൽ ഗ്രന്ഥരചന നടത്തി ഇബ്നു ഖുതൈബ,
വത്തഹാബി വൈറുഹുമ അവരൊക്കെ എന്ത് ചെയ്തു ഈ വിഷയത്തിൽ പിന്നെ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഇല്ലം യുംകിൻ ഇനി ഇല്ലം ഇപ്പം ജംഅ് സൗകര്യമായാലുള്ള കഥയാണ് പറഞ്ഞു. ആർവത്ത് വരുമ്പോൾ ജംഅ് സൗകര്യമായാലുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി ഇല്ലം യുംകിനിൽ ജംഅ് ഈ ജംഅ് തീരെ ജംഅ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ തഅസ്സുബോട് കൂടെ പിന്നെ തഅസ്സുബ് ഇല്ലാതെ ജംഅ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ആയാൽ ജംഅ് സൗകര്യമായിട്ടില്ല എങ്കിൽ അപ്പോൾ പല യഖുലു അപ്പോൾ പിന്നെ ഈ ഹദീസ് ഒഴിവാകില്ല. ഇമ്മാ യുറഫ താരീഖു ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അതിൻ്റെ താരീഖ് അറിയപ്പെട്ടതാവും ഔല, അല്ലെങ്കിൽ ഈ രണ്ട് ഹദീസുകളുടെയും താരീഖ് അറിയപ്പെടാത്തതാവും. അങ്ങനെ ഇന്ന് ഉരിഫ അങ്ങനെ താരീഖ് അറിയപ്പെട്ടാൽ വസബത്തൽ മുതഅഖിറു ബിഹി അപ്പോൾ എന്ത് ചെയ്യുക, താരീഖ് കൊണ്ട് എന്ത് ചെയ്യും, മുതഅഖിർ ലാസ്റ്റ് പറഞ്ഞ ഹദീസ് എന്ത് ചെയ്യും, സ്ഥിരപ്പെടും ജംഅ് ചെയ്യാൻ സൗകര്യമാകാത്ത സന്ദർഭത്തിൽ. പിന്നെ അപ്പം മുതഅഖിർ താരീഖ് കൊണ്ട് മുതഅഖിർ ഔ ബി അസ്റഹ മിൻഹു അല്ലെങ്കിൽ ആ താരീഖിനേക്കാൾ ശരീഹായ ഒന്നുകൊണ്ട് എന്ത് ചെയ്യും, ഈ പിന്നെ മുതഅഖിർ സ്ഥിരപ്പെടും. അപ്പോൾ സ്ഥിരപ്പെടുമ്പോൾ അതിനേക്കാൾ ശരീഹായ ദലീൽ എന്നാണ് പറഞ്ഞത്. അസ്റായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടും. അപ്പോൾ മുതഅഖിർ സ്ഥിരപ്പെട്ടാൽ ഫഹുവ നാസിഖു ആ മുതഅഖിർ ആകുമ്പം അത് നാസിഖാകും, വൽ ആഖിറു മൻസൂഖ് അപ്പോൾ മറ്റേ ഹദീസ് മൻസൂഖും ആകും. ഇനി അവിടെ ഇരിക്കട്ടെ, വൻ നസ്ഖു നസ്ഖ് എന്താണോ പറയുന്നത്.